ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ പുതിയ കുറച്ച് അപ്ഡേറ്റ്സും അതുപോലെ തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ ഹാംസ്റ്റർ കോമ്പാറ്റ് മൈൻഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മുഴുവനായിട്ടും കാണുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി വരുന്ന വീഡിയോസ് കൃത്യസമയത്ത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കി എങ്കിലായിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് കിട്ടുക. അതുപോലെ തന്നെ അപ്ഡേറ്റ്സ് കൃത്യസമയത്ത് അറിയാനായിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അവിടെ ആയിരിക്കും നമ്മളെല്ലാ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ ഹാംസ്റ്റർ മൈൻഡ് ചെയ്യാൻ തുടങ്ങാത്ത ഒരാളാണെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇഷ്ടംപോലെ സമയം ഇനി ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൈൻഡ് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ മൈൻഡ് ചെയ്യാനുള്ള ഫുൾ വീഡിയോൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അത് കണ്ടിട്ട് മാത്രം മൈൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു അപ്ഡേറ്റ് പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം. അത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. മുഴുവനായിട്ട് കാണാം കേട്ടോ. സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റിൽ വന്നിരിക്കുന്ന ഒരു കാർഡായിരുന്നു പ്രീ മാർക്കറ്റ് ട്രേഡിംഗ്. ഇപ്പോൾ പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്, റണ്ണിങ് ആണ്. ഓക്കെ, ഇന്നലെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. Gate.ioയിലാണ് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. Gate.io നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു പ്രീ ട്രേഡിംഗ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെ റൺ ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. നല്ല രീതിക്ക് ട്രേഡിംഗ് വോളിയം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് Gate.io ഒന്ന് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും ഇവിടുന്ന്. ജസ്റ്റ് എന്നിട്ട് ട്രേഡിലേക്ക് വന്നാൽ ഇവിടെ പ്രീ മാർക്കറ്റ് ഉണ്ടാവും. പ്രീ മാർക്കറ്റിലേക്ക് വന്ന് ഫസ്റ്റ് തന്നെ നമ്മുടെ HMSTR എന്ന് പറയുന്ന ഹാംസ്റ്ററിൻ്റെ ടോക്കൺ ഇവിടെ ലിസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഹാംസ്റ്ററിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ടോട്ടൽ സപ്ലൈ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ അവർക്ക് മാർക്കറ്റിൽ വരാൻ പോകുന്ന ടോട്ടൽ കോയിൻസിൻ്റെ എണ്ണം ഇവിടെ നിങ്ങൾ നോക്കിയാൽ 1 ട്രില്യൺ ആണ്. ഓക്കെ, 1 ട്രില്യൺ കോയിൻസ് ആണ് ഇവിടെ വരും എന്ന് ഇവർ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ സപ്ലൈ. ഇത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇവരുടെ വൈറ്റ് പേപ്പറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പ്രീ മാർക്കറ്റ് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. വൈറ്റ് പേപ്പർ ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്കാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ കയറി നോക്കുന്നില്ല, കാരണം അത് ഒഫീഷ്യലായിട്ടുള്ള സംഭവം ആവാൻ സാധ്യതയില്ല. ജസ്റ്റ് ഇവിടെ ഹാംസ്റ്ററിൻ്റെ സൈറ്റിലേക്ക് വന്ന അവിടെ ഇവരുടെ വൈറ്റ് പേപ്പർ ഇവിടെ കമ്മിങ് സൂണാണ് കൊടുത്തിരിക്കുന്നത്, വന്നിട്ടില്ല. വൈറ്റ് പേപ്പർ എന്താണെന്ന് അറിയില്ലെങ്കിൽ വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര കോയിൻസ് ഉണ്ട്, എത്ര കമ്മ്യൂണിറ്റിക്കാണ്, അങ്ങനത്തെ ടോക്കണോമിക്സ് കാര്യങ്ങളെല്ലാം തന്നെ ഉള്ള ഒരു സംഭവത്തിനാണ് വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റ് പേപ്പർ ഒഫീഷ്യലി വന്നിട്ടില്ല ഹാംസ്റ്ററിൻ്റെ ഭാഗത്ത് നിന്ന്. പ്രീ മാർക്കറ്റിലെ വൈറ്റ് പേപ്പറിൽ ജസ്റ്റ് ഡീറ്റെയിൽസിൽ പറയുന്നത് 1 ട്രില്യൺ ആണ് സപ്ലൈ എന്നാണ്. 1 ട്രില്യൺ ആണ് സപ്ലൈ എങ്കിൽ ഇവിടെ ഉള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ 1 ട്രില്യൺ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈസ് പലരും ചോദിക്കുന്ന ഒരു പ്രൈസ് ആണല്ലേ. ഇപ്പോൾ പ്രീ മാർക്കറ്റിലെ പ്രൈസ് പറഞ്ഞാൽ $0.02 ഓക്കെ, അപ്പോൾ അത് ഇന്ത്യൻ മണിയിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യൻ മണിയിൽ നോക്കുകയാണെങ്കിൽ $0.02 എന്ന് പറഞ്ഞാൽ ₹1.67 ഒരു കോയിൻ്റെ വില. അപ്പോൾ നിങ്ങൾ ₹1 ചോദിക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് ഈ 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ എത്ര കോയിൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 10 ലക്ഷം കോയിൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ 10 ലക്ഷം കോയിൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അവിടെ വരിക 100,000, 10,000, lakh, 10 lakh. 10 lakh ഇൻറ്റു 0.02 20,000 നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, നിങ്ങളിൽ 10 ലക്ഷം കോയിൻ ഉണ്ടെങ്കിൽ 1 ട്രില്യൺ 10 ലക്ഷം നിങ്ങളതിൽ ഉണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. 1 ട്രില്യൺ എത്ര എന്നുള്ളത്, എത്ര സീറോ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ 10 ലക്ഷം നിങ്ങളുടെ കയ്യിൽ, 10 ലക്ഷം ഹാംസ്റ്റർ ടോക്കൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പ്രീ മാർക്കറ്റ് വില അനുസരിച്ച് നിങ്ങൾക്ക് ₹20,000 എയർ ഡ്രോപ്പ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വില എത്രത്തോളം വിശ്വസനീയമാണ്? 0.02 വിശ്വസനീയമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒന്നെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് പോലും വരില്ല. എന്താ പറയുക, നമുക്ക് ഒരിക്കലും ഈ ഒരു പ്രീ മാർക്കറ്റ് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ഇത് ഒഫീഷ്യലായിട്ടുള്ള പ്രൈസ് അല്ല. ജസ്റ്റ് പ്രീ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനുള്ള. പ്രീ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലിസ്റ്റ് ആയിട്ടില്ല. ഒരു സാധനം, ഒരു ടോക്കൺ ലിസ്റ്റ് ആവുന്നതിന് മുൻപ് തന്നെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ആക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഇവൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ജസ്റ്റ്. അപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരാൾ ബൈ ഇട്ടിരിക്കുന്നത് $0.02 പ്രീ മാർക്കറ്റ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ തന്നെ 0.02, 26, 25 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇവിടെ ട്രേഡിങ് നടക്കുന്നത്. ബൈ സെല്ലിൽ പോയി നോക്കുകയാണെങ്കിൽ സെല്ലും അതുപോലെ തന്നെ 0.02, 0.218 ഉണ്ട്. അതുപോലെ തന്നെ 0.2 ഒരു ആവറേജ് പ്രൈസ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഏതെങ്കിലും ഫില്ലായിട്ടുണ്ടോ നോക്കിയാൽ ഇഷ്ടംപോലെ ആൾക്കാർ മേടിക്കുന്നുണ്ട്. 0.04 ഇവിടെ ആൾക്കാർ ബൈ ചെയ്തിട്ടുണ്ട്. സെല്ല് ചെയ്താരാണെന്ന് ബൈ ചെയ്താരാണെന്നൊക്കെ ഇവിടെ കാണാം. അപ്പോൾ ഈ ടോക്കൺ എങ്ങനെയാണ് ബൈയും സെല്ലും ചെയ്യുന്നത് വെച്ചാൽ, ടോക്കൺ റിലീസ് ആകുമ്പോൾ ഈ സെല്ല് ചെയ്ത ആൾ, ബൈ ചെയ്ത ആൾക്ക് ആ ടോക്കൺ കൊടുക്കേണ്ടി വരും. അപ്പോൾ അയാൾ ഈ ഒരു എത്ര ടോക്കണാണോ മേടിച്ചത്, ഇവിടെ ഓർഡർ എമൗണ്ട് 13 ഹാംസ്റ്റർ ടോക്കണാണ് അയാൾ മേടിച്ചിരിക്കുന്നത്, ഓർഡർ എമൗണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതൊന്നും പറഞ്ഞ് നേരം വയ്ക്കുന്നില്ല. അപ്പോൾ എന്താണ് ഈ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ അതിൻ്റെ പ്രൈസ്? ഓക്കെ, പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാൻ പറ്റില്ല, കാരണം ഇവരുടെ ടോക്കൺ ജനറേഷൻ ഇവൻറ്റ് ജൂലൈയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. നിങ്ങൾ വേറെ റോഡ് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ജൂലൈ 2024 അവിടെ TGE എന്ന് പറയുന്നുണ്ട്. TGE എന്ന് പറഞ്ഞാൽ ടോക്കൺ ജനറേഷൻ ഇവൻറ്റ്. ഇതിലാണ് നമുക്ക് എത്ര ടോക്കൺ തരും, എല്ലാ കാര്യങ്ങളും, എയർ ഡ്രോപ്പ് കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ജൂലൈയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജൂലൈ ഫസ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ്, ജൂലൈ മാസത്തിനുള്ളിൽ എന്തായാലും നമുക്ക് ടോക്കണും കാര്യങ്ങളും ഒക്കെ തന്നെ കിട്ടും എന്നാണ് ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിൽ തീരുമാനമാവുക ജൂലൈയിലാണ്. കറക്റ്റ് ക്യാഷ് എത്രയാണ് ഒരു കോയിൻ്റെ വാല്യൂ എന്ന് നിങ്ങൾക്ക് അറിയാം. ടോട്ടൽ സപ്ലൈയും അപ്പോഴേ വൈറ്റ് പേപ്പർ വന്നാൽ അറിയുള്ളൂ. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വൈറ്റ് പേപ്പർ വന്നിട്ടില്ല. അപ്പോൾ ഈ പ്രീ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഹൈപ്പ് ക്രിയേറ്റ് ആക്കാൻ മാത്രം ഉള്ളതാണ്. അല്ലാതെ ഒരിക്കലും ഈ ഒരു പ്രൈസ് കണ്ടിട്ട് നിങ്ങൾ എന്താ പറയുക, ഞാൻ കോടീശ്വരനാവും, നാളെ ലംബോർഗിനി എടുക്കാം അങ്ങനെയൊന്നും വിചാരിക്കരുത്. അതുപോലെ തന്നെ കുറേ ആൾക്കാർ വിചാരിക്കുന്നൊരു മിസ്റ്റേക്കാണ്
നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 1 മില്യൺ പ്രോഫിറ്റ് പെർ അവർ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പ്രോഫിറ്റ് പെർ അവറാണ് നമ്മൾ ഹാംസ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ്, കോയിൻ ബാലൻസ് അല്ല. അത് ഓൾറെഡി അവർ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കുറച്ച് ഫാക്ടേഴ്സ് അധികം ഉണ്ട്. ഈ ഡെയിലി എന്താ പറയുക ടാസ്കുകൾ, അതുപോലെ തന്നെ സൈഫർ, അതുപോലെ തന്നെ ഡെയിലി കോംബോ, ഇതൊക്കെ കംപ്ലീറ്റ് ആക്കുന്നതും ഒരു ഫാക്ടറാണ്. നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് എത്ര എമൗണ്ട് ആണ് കിട്ടുക എന്നുള്ളതിൽ. അപ്പോൾ ഡെയിലി സൈഫറും ഡെയിലി കോംബോയും ഡെയിലി നമ്മൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്യുന്നതാണ്. ഡെയിലി കോംബോ നമ്മൾ എന്നും 5:30 തൊട്ട് 6 മണി വരെ ഉള്ള ടൈമിന് വൈകുന്നേരം നമ്മൾ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ 12:30 തൊട്ട് 1 മണി വരെ പുലർച്ചയ്ക്ക് നമ്മൾ ഡെയിലി സൈഫർ നമ്മൾ ടെലഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാനായിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, ഈ പ്രൈസ് ഒരിക്കലും വിശ്വസിക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചൊരു കാര്യം, നിങ്ങളിത് മൈൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും അത് നമുക്ക് ഈ TG, അതായത് ടോക്കൺ ജനറേഷൻ ഇവൻറ്റ് നടന്നാലേ അറിയുള്ളൂ. അതൊന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് കാര്യമെന്ന് ഞാൻ പറഞ്ഞത്, ഈ 1 മില്യൺ പ്രോഫിറ്റും അതുപോലെ തന്നെ ഈ കോയിൻ ബാലൻസ് 1 ബില്യണൊക്കെ ഉള്ള ലക്ഷക്കണക്കിന്, മില്യൺ കണക്കിന് ആൾക്കാരുണ്ട്. ഓക്കെ, മില്യൺ കണക്കിന്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അവിടെ നമ്മുടെ ഹാംസ്റ്ററിലേക്ക് പോവുക. ഹാംസ്റ്റർ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ആ റാങ്ക്, നിങ്ങളുടെ ലെവൽ ഏതാണെന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ എത്ര റാങ്കിലാണ് കിടക്കുന്നത് എന്നൊക്കെ കാണാൻ പറ്റും. അതിലൊന്ന് നോക്കുക എത്ര ആൾക്കാർക്കാണ് എത്ര പ്രോഫിറ്റ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഇവരുടെ എമൗണ്ട് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഹാംസ്റ്റർകാർ ഇവർക്കിപ്പോൾ മുഴുവനായിട്ട്, ഇപ്പോൾ നമ്മുടെ ഓഡിയൻസ്, അത് മൈൻഡ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിക്ക് മുഴുവനായിട്ടും കൊടുക്കാൻ വിചാരിക്കുന്നത് 1 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. അല്ല, പക്ഷേ ഞാൻ എക്സാമ്പിളിന് 1 ലക്ഷം ഇവിടെ എടുക്കുകയാണ്. $1 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം ഇന്ത്യൻ റുപ്യ എന്ന് വിചാരിച്ചോ. ഈസി ആയിട്ട് നമുക്ക് ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടി 1 ലക്ഷം രൂപയാണ് അവരുടെ ബഡ്ജറ്റ്. അവരുടെ ഓഡിയൻസിന് അവർക്ക് എയർ ഡ്രോപ്പ് കൊടുക്കാൻ വിചാരിക്കുന്ന പൈസ 1 ലക്ഷമാണെന്ന് വിചാരിക്കുക. ടോട്ടൽ എല്ലാവർക്കും കൂടി ഈ മില്യൺ കണക്കിന് ആൾക്കാർക്ക് 1 ലക്ഷമാണ് കൊടുക്കാൻ വിചാരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ എന്താ പറയുക, ജസ്റ്റ് ഈ ഒരു ഹാംസ്റ്റർ ടോക്കൺ, ഹാംസ്റ്റർ കോമ്പാറ്റ് മൈൻ ചെയ്യുന്നവരിൽ എന്താ പറയുക 10 ആൾക്കാരാണ് മൈൻ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ 10 ആൾക്കാരാണ് നമ്മളെ ഹാംസ്റ്റർ കോമ്പാറ്റ്. ഇപ്പോൾ മില്യൺ കണക്കിനുള്ള കണക്കൊക്കെ നമുക്ക് വിടാം ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി. 1 ലക്ഷമാണ് അവരുടെ ടോട്ടൽ പ്രൈസ് പൂള്. ടോട്ടൽ അവർ കൊടുക്കാൻ വിചാരിക്കുന്ന ക്യാഷ് 1 ലക്ഷമാണ്. ഓക്കെ, 10 പേര് മാത്രമാണ് നമ്മുടെ ഹാംസ്റ്റർ ടോക്കൺ മൈൻ ചെയ്യുന്നത് വിചാരിക്കുക. അവർക്ക് ഓരോരുത്തർക്കും 1 മില്യൺ വെച്ച് പ്രോഫിറ്റ് പെർ അവർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവർക്ക് എത്ര കിട്ടും? സെയിം ആയിരിക്കും ഈ 10 പേർക്കും കിട്ടുന്ന വാല്യൂ. 1 മില്യൺ ആണ് പ്രോഫിറ്റ് പെർ അവർ ഉള്ളത്. അപ്പോൾ ഈ 1 ലക്ഷത്തിന് എന്താക്കും? 10 ആക്കും. 1 ലക്ഷത്തിന് 10 ആക്കി എത്ര ഉണ്ടാവും? 10,000. അപ്പോൾ ഒരാൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 10,000 ആണ്. ഓക്കെ, ഒരാൾക്ക് കിട്ടുന്നത് 10,000. മനസ്സിലായല്ലോ? അപ്പോൾ ഇവർ കൊടുക്കാൻ വിചാരിക്കുന്നത് $1 ലക്ഷം ആണെന്ന് കരുതുക. ഓക്കെ, $1 ലക്ഷം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണിയിൽ വലിയ പൈസയായി. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഇത് മൈൻ ചെയ്യുന്ന ഒരു 100 മില്യൺ ആൾക്കാരാണ്. ഓക്കെ, 1 മില്യൺ പെർ പ്രോഫിറ്റ് പെർ അവറുള്ള 100 മില്യൺ ആൾക്കാരാണ്. ഞാൻ എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്, ഇങ്ങനെയല്ല. ഓക്കെ, 100 മില്യൺ ആൾക്കാരൊന്നും അല്ല ഉള്ളത്, 1 മില്യൺ പ്രോഫിറ്റ് പെർ അവറോ അല്ല ഉള്ളത്. അതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഈസി ആയിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 100 മില്യൺ ആൾക്കാരുണ്ട്, അവർക്ക് എല്ലാവർക്കും 1 മില്യൺ പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ $1 ലക്ഷം ഹരിക്കണം 100 മില്യൺ ചെയ്യണം. അപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടും നോക്കിയാലോ നമുക്ക്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും $1 ലക്ഷം 100 മില്യൺ വെച്ച് ഡിവൈഡ് ചെയ്താൽ ഒരാൾക്ക് കിട്ടുന്ന ക്യാഷ് എന്ന് പറഞ്ഞാൽ $0.001 ആണ്. അപ്പോൾ ഇതെത്ര ഇന്ത്യൻ മണി നോക്കാം. ഇന്ത്യൻ മണി കാണുന്നത് 0.084 റുപ്പീസ്. ₹1 പോലും ഇല്ല. ഓക്കെ, 50 പൈസ പോലും ഇല്ല. മനസ്സിലാക്കുക, 50 പൈസ പോലും ഇല്ല. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, ഇങ്ങനെ അല്ല ഞാൻ പറയുകയാണ്, ഒരു എക്സാമ്പിൾ മാത്രമാണ് എടുത്ത്. ഇവരുടെ പ്രൈസ് പൂൾ ചിലപ്പോൾ $1 ലക്ഷം $1 ആയിരിക്കില്ല, ചിലപ്പോൾ 10 ലക്ഷം 1 കോടിയോ ഒക്കെ ആയിരിക്കും. $1 കോടി ഒന്നും ആവില്ല എന്തായാലും, അത് ഞാൻ ഉറപ്പ് പറയാം. എന്തായാലും എത്ര ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു മൈനിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. പല യൂട്യൂബേഴ്സും പറയുന്നുണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ലക്ഷങ്ങൾ. ഞാൻ എൻ്റെ റീലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കാമെന്നൊക്കെ. പക്ഷേ ഞാൻ പറയുന്നത് എയർ ഡ്രോപ്പിൽ നിന്നാണ്, ഹാംസ്റ്റർ കോമ്പാറ്റിൽ നിന്നല്ല. എയർ ഡ്രോപ്പിൽ നിന്ന് 1 ലക്ഷം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പല പ്രോജക്ട്സ് ഒരുമിച്ച് മൈൻ ചെയ്യണം. നിങ്ങൾ ഹാംസ്റ്റർ ഇത് മാത്രം എനിക്ക് ഡെയിലി കോമ്പോ എന്നും 5 മണിയാകുമ്പോൾ ആൾക്കാർ തുടങ്ങും. 5:30ക്കാണ് കോമ്പോ വരിക, 5 മണിയാകുമ്പോഴേ തുടങ്ങും. ആവേശം കണ്ടാൽ വിചാരിക്കും കോടികളാണ് ഇതൊന്ന് കിട്ടാൻ പോണതെന്ന്. കിട്ടും, ലക്ഷങ്ങൾ കിട്ടിയിട്ടുണ്ട്, എനിക്കും കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ്? ഞാൻ ഒരു പ്രോജക്റ്റ് മാത്രമല്ല മൈൻ ചെയ്യുക, ഒരേ ടൈമിന് 10ഉം 20ഉം പ്രോജക്ട്സ് ഞാൻ മൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ. ഒരു പ്രോജക്റ്റിൽ നിന്ന് ഒരാൾക്ക് 1 ലക്ഷം കൊടുക്കണമെങ്കിൽ എന്തോരം പൈസയാവും നിങ്ങൾ ചിന്തിച്ച് നോക്കുക. കോമൺ സെൻസ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഹാംസ്റ്റർ കോമ്പാറ്റ് നിർത്താനല്ല ഞാൻ പറയുന്നത്. ഹാംസ്റ്റർ കോമ്പാറ്റും ചിലപ്പോൾ നല്ലൊരു ക്യാഷ് തന്നെ കിട്ടിയേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഹാംസ്റ്റർ കോമ്പാറ്റ് മൈൻ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഞാനായിട്ട് ടെലഗ്രാം ചാനലിലും അതുപോലെ തന്നെ യൂട്യൂബിൽ ഇപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യും. ഓരോ വീക്കിലും ഞാൻ ശനിയാഴ്ച ഒരു വീഡിയോ ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റും ചെയ്യും.
ഏതാണ് ഇപ്പം നിലവിൽ ഈ മാസത്തെ ഈ ആഴ്ചയിലുള്ള, ഇപ്പോൾ ജൂൺ മാസത്തിൽ 2ാം ആഴ്ചയിലുള്ള ഏറ്റവും ബെസ്റ്റ് മൈനിങ് പ്രോജക്ട്സ് ഏതൊക്കെയാണ് ഞാനവിടെ പോസ്റ്റ് ചെയ്യും. നിങ്ങളെന്ത് ചെയ്യുക, ആ 12 10 ഒക്കെ ആയിരിക്കും ഉണ്ടാവുക, അതെല്ലാത്തിലും കയറി ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്താൽ പോരാ, മൈൻ ചെയ്യണം. വെറുതെ ജോയിൻ ചെയ്തിട്ട് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കും ഒന്നും തരില്ല ആരും. നിങ്ങൾ നല്ല രീതിക്ക് വർക്ക് ചെയ്യുക, മില്യൺസ് ഓഫ് കോയിൻസ് കളക്ട് ചെയ്ത് വെക്കുക. ഈ ഹാംസ്റ്ററിന് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ 2000 രൂപയായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് വേറൊരു മൈനിങ് ആയ ചിലപ്പോൾ മീം ഫൈന്നോ ടാപ്സാപ്പിന്നോ കിട്ടുന്നത് 1 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ ആയിരിക്കും. ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിരിക്കരുത്. നിങ്ങളുടെ സമയം ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് പല 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 എയർ ഡ്രോപ്പ് എന്താ പറയുക പ്രൊജക്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരേ ടൈമിൽ മൾട്ടിപ്പിൾ പ്രൊജക്ട്സും മൈൻ ചെയ്യുക. നിങ്ങൾക്കിതിൽ എന്ത് തോന്നുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് 500 ലൈക്ക് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഇനി വരുന്ന വീഡിയോസ് കിട്ടാനായിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എല്ലാ അപ്ഡേറ്റ്സും ഫസ്റ്റ് കിട്ടാൻ ടെലഗ്രാമിലും ജോയിൻ ചെയ്യും. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇന്ന് ഹാംസ്റ്ററിനെ പറ്റി പറയാനുള്ളത്. ഇനി പ്രൈസും കാര്യങ്ങളൊക്കെ തന്നെ വരുമ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് നിമിഷത്തേക്ക് വെക്കാതെ ഇന്ന് തന്നെ എല്ലാ മൈനിങ്ങും സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നമ്മുടെ ടെലഗ്രാം ചാനലിൽ വന്ന എല്ലാ പ്രോജക്ട്സിൻ്റെ ലിങ്കും നിങ്ങൾക്ക് കിട്ടും. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.